ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ശരീരത്തിലെ നമ്മളിലെ ഊർജ്ജശോഷണം, എനർജി ലോസ്, അതായത് ഓറയുടെ പവർ എങ്ങനെ നഷ്ടപ്പെടുന്നു. ആ ശക്തി, ആ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സമഗ്രമായ അധോഗതിയും ആരംഭിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആത്മീയതയിൽ നമ്മൾ പലവിധത്തിലുള്ള കഥകൾ കേൾക്കുന്നത്. ഒരുപാട് വൈജ്ഞാനികമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന കഥകൾ കേൾക്കാറുണ്ട്. കഥകളും ഉപകഥകളുമൊക്കെ കേൾക്കുമ്പോൾ നമ്മളിലുണ്ടാകാവുന്ന ചിന്തകളിലെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓറ മലിനപ്പെടുന്ന ഒന്ന് ചിന്തകളിലൂടെ. ചിന്ത നമുക്കറിയാം, പലപ്പോഴും ആധുനികത്തിൽ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ നമ്മുടെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ചിന്തകൾ ഓർത്തെടുക്കുകയോ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലോ ഒക്കെ ചിന്തകൾ രൂഢമൂലമായിട്ട് വന്ന് ഓറയിൽ മാലിന്യപ്പെടും. മറ്റൊന്ന്, നമ്മളുടെ കേൾവിയിലൂടെ അരോചകമായിട്ടുള്ള ശബ്ദങ്ങൾ ചുറ്റുപാടും നമ്മൾ കേൾക്കുന്നു. പലപ്പോഴും വീടുകളിലും ചുറ്റുപാടുമൊക്കെ നമുക്കറിയാൻ സാധിക്കും. വീടുകൾക്ക് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന കാതടപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ടാവും, മർമറിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ വ്യക്തികൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിൽ ഒച്ചയെടുക്കാറുണ്ട്. ശബ്ദം ശ്രദ്ധയില്ലാതെ വരുമ്പോൾ കയ്യിൽ നിന്ന് പല സാധനങ്ങളും താഴെ വീഴുന്നു. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൗണ്ട് എനർജിയിലൂടെ ഈ നമ്മുടെ എനർജി ഫീൽഡിൽ മൂല്യശോഷണം ഉണ്ടാകും. അപ്പം കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സംസാരത്തിലൂടെ, പലപ്പോഴും നമ്മൾ ആശയവിനിമയം ചെയ്യുന്ന മനുഷ്യർ വാക്കുകളിലൂടെയാണ്. അപ്പോൾ സംശുദ്ധമല്ലാത്ത വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സത്സംഗില്ലാതെ വരിക, നല്ല സംഘം ഇല്ലാതെ വരുമ്പോൾ അതിലൂടെ നമ്മളിലേക്ക് വരുന്ന ചിന്തകൾ ഈ ഓറയെ മാലിന്യപ്പെടുത്തും. അപ്പോൾ എല്ലാവിധത്തിലും നമ്മുടെ അതിസൂക്ഷ്മമായ തലത്തിൽ ഈ എനർജി ഫീൽഡിൽ ഓരോ ദിവസം കഴിയും തോറും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികളുടെ എഫക്റ്റ് കൂടി വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നമുക്ക് അനുഭവങ്ങളെല്ലാം പ്രതികൂലമായിട്ട് വരുന്നു. നമ്മളെല്ലാം എത്ര ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അനുഭവങ്ങൾ കിട്ടുന്നതെല്ലാം പ്രതികൂലമാണ്. ഇതെല്ലാം നമ്മുടെ എനർജി ഫീൽഡിനെ ബാധിക്കുന്ന നെഗറ്റീവ് എഫക്റ്റുകളാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം. എവിടെയായിക്കോട്ടെ, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന മുറി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അവിടെ ചുറ്റുപാടുമുള്ള വസ്തുവകകൾ നിശ്ചലമായിട്ടുള്ളതാണ് എങ്കിൽ, ചലിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ പലതും നിശ്ചലമായിട്ട് കാലങ്ങളായിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ക്ലോക്ക്, അല്ലെ വാച്ച്, ചില ഇലക്ട്രിക് മോട്ടറുകൾ, ഇതെല്ലാം സ്റ്റക്കായിട്ട് റിപ്പയർ ഇല്ലാതിരിക്കുന്ന സ്ഥലം. അവിടേക്കൊക്കെ നമ്മുടെ കണ്ണ് പതിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ചുറ്റുപാടും ഉള്ള പല സ്മെല്ല്, ദുർഗന്ധം, പല വസ്തുക്കളും കേടായതും പഴകിയതും ഒക്കെ ഇരുന്ന് അത് കുഞ്ഞു കൂടുമ്പോൾ അവിടെ നിന്ന് വരുന്ന സ്മെല്ല് അത് നമ്മൾ ശ്വസിക്കാനിടയാകുമ്പോൾ ഉള്ളിലേക്ക് കിട്ടപ്പെടുന്ന നമ്മുടെ ഓറയെ മാലിന്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണം മാലിന്യമുള്ള ഓരോ ഭക്ഷണത്തിലും നമ്മുടെ ചിന്തകൾ സ്വാധീനിക്കുന്നുണ്ട്. സ്വാത്വികമല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ചിന്തകളുമാണ് വരുന്നത്. അപ്പം ഭക്ഷണത്തിലൂടെ ആയിക്കോട്ടെ, വായുവിലൂടെ ആയിക്കോട്ടെ, വെള്ളത്തിലൂടെ ആയിക്കോട്ടെ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന, ആഹരിക്കപ്പെടുന്ന എന്തിലും അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടാമിനേഷൻ ഒരു ടോക്സിക് എഫക്റ്റായി ഓറയെ മാലിന്യപ്പെടുത്തും. നാരായണീയത്തിലെ പ്രഥമ ശ്ലോകം തന്നെ നമുക്ക് പലർക്കും സുപരിചിതമാണ്, കാണാതെ ചൊല്ലി പറഞ്ഞു നടക്കുന്നതാണ് നമ്മൾ, അല്ലേ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചതുർത്ഥ സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അസ്പഷ്ടം, കാണാൻ പറ്റാത്തത്, അസ്പഷ്ടം, ഇൻവിസിബിൾ, അതാണ് ഓറ. അസ്പഷ്ടം ദൃഷ്ടമാത്രേ, കാണുന്ന രൂപത്തിൽ, അതായത് മനുഷ്യന് മാത്രമാണ് മൂന്നാം കണ്ണുള്ളത്. ഉൾക്കണ്ണിലൂടെ അദൃശ്യമായിട്ടുള്ളവയെ കാണാൻ കഴിവുള്ള, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയെ നമുക്കറിയാം, കാണാൻ പറ്റില്ലെങ്കിലും ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാണ് അതിലെ ഓരോ ക്രിയകളും ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്നത് എന്നും പറഞ്ഞ പോലെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം. പുരുഷാർത്ഥം വെച്ചാൽ മനുഷ്യജന്മം. ആ മനുഷ്യജന്മം കിട്ടിയ നീ, ആ ബ്രഹ്മതത്വം, ആ അറിവ് ഗ്രഹിക്കാൻ കഴിവുള്ള നീ
ഹന്തഭാഗ്യം ജനാനാം. ഇത്രയും ഭാഗ്യം പിന്നെ എന്ത് വേണമെന്ന്, അതിസൂക്ഷ്മമായിട്ടുള്ള എഫക്റ്റിനെ പോലും ചിന്തയിലൂടെ കാണാൻ കഴിവുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം. എന്നിട്ടും നീ എന്തേ അതിനെ കാണുന്നില്ല? പക്ഷിമൃഗാദികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അതുങ്ങൾക്ക് അല്പബുദ്ധിയെ കൊടുത്തിട്ടുള്ളൂ. അസ്പഷ്ടമായിട്ടുള്ളതിനെ ബുദ്ധി കൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം, പ്രകൃതി അതുങ്ങൾക്കുള്ള രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. മനുഷ്യന് മാത്രമല്ല, ഇതെല്ലാം സംവിധാനം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും രോഗങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അസ്പഷ്ടമായിട്ടുള്ള ശക്തിയിലേക്ക്, അതായത് ഓറയിലേക്ക് മാലിന്യം കടന്ന് നാശമുണ്ടാകുമ്പോഴാണ് സർവ്വമൂല്യച്യുതി ഉണ്ടാകുന്നത്. അപ്പം എല്ലാം ചിന്തയിലൂടെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാം. പക്ഷേ ആ ചിന്ത ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജ കേന്ദ്രത്തിലേക്ക് മാലിന്യം കടക്കാതിരിക്കാനാണ് നമ്മൾ ചിട്ടയോട് കൂടിയിട്ടുള്ള നാമജപം ആയിക്കോട്ടെ, അത് ചില പ്രാർത്ഥനകളായിക്കോട്ടെ, ആരാധനകളെല്ലാം തന്നെ കലുഷിതമായ ചിന്തയെ കുറേ സമയത്തേക്ക് മാറ്റി നിർത്തി ഏകാഗ്രമാക്കി നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതിലൂടെ മാലിന്യമുക്തമാക്കുക. അപ്പോൾ സദാസമയവും മാലിന്യം പിടിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും. നിങ്ങൾ വളരെ സ്വാത്വികമായിട്ട് ഇങ്ങനെ ചിന്തകളൊന്നും കടത്താതെ പോവുകയാണെങ്കിലും ഒരു തെരുവിലൂടെ പോകുമ്പം അവിടെ രണ്ടുപേരെ നിന്ന് വഴക്കുണ്ടാക്കുന്നതും അതെന്ന് വെച്ചാൽ അവർ അസഭ്യ വർത്തമാനം പറയുന്നതും നിങ്ങൾ പറയുന്നില്ല, പക്ഷെ അത് കേൾക്കാനിടയായാലും മതി. അപ്പോൾ ഓരോ ദിവസവും നമ്മളിലേക്ക് ഇങ്ങനെ മാലിന്യം അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ മാലിന്യത്തിൻ്റെ ഒരു ക്യുമുലേഷൻ പൂർണ്ണമായ രീതിയിൽ നമ്മുടെ എനർജി ഫീൽഡിനെ ബാധിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ചില സിംബോളിക്കായിട്ടുള്ള ചില പ്രതിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, 3-4 കുരങ്ങന്മാരുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റാച്ചു കണ്ടിട്ടുണ്ടാകും. ഒരു കുരങ്ങ് ഇങ്ങനെ ഇരിക്കുകയാണ്, തലയ്ക്ക് കൈയും കൊടുത്ത്, എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്, ഇതെല്ലാം മാലിന്യപ്പെടണം. മറ്റൊരു കുരങ്ങാണെങ്കിൽ 2 കണ്ണും പൊത്തിയിരിക്കുന്നു, ആവശ്യമില്ലാത്തടത്തേക്ക് ശ്രദ്ധ കൊടുക്കരുത്. മൂന്നാമത്തെ കുരങ്ങാണെങ്കിൽ അത് 2 ചെവിയും പൊത്തിയിരിക്കുന്നു, ആവശ്യമില്ലാത്തത് കേൾക്കരുത്. 4-മത്തെ കുരങ്ങ് വായ പൊത്തിയിരിക്കുന്നു, ആവശ്യമില്ലാത്തത് പറയരുത്. ഈ പറയുന്ന അതിസൂക്ഷ്മമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എനർജി ഫീൽഡിലെ മാലിന്യപ്പെടുത്തുകയാണ്. അപ്പോൾ സദാ ശ്രദ്ധിച്ചൊരു നൂൽപ്പാലത്തിലൂടെ പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കടക്കണം കടത്തരുത് എന്ന് ചിന്തിച്ച് പോകേണ്ട ഒരു കാലഘട്ടം. ഇതെല്ലാം തന്നെ ഓറയെ മാലിന്യപ്പെടുത്തുന്ന അവസരങ്ങളാണ്. നമ്മുടെ ശരീരവും മനസ്സും അല്ലെ ആത്മാവും ഓറയും ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനും ആനുപാതികമായിട്ടുള്ള ഒരു ഉത്തേജനം എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും തമസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ദീർഘസമയം കിടന്ന് ഉറങ്ങുക, തണുത്ത അല്ലെങ്കിൽ അജീർണമായിട്ടുള്ള വസ്തുക്കൾ കഴിക്കുക, ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങുക, അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റായിട്ട് ഉണരുക, ഇതെല്ലാം തന്നെ ഓറേ ഡിപ്ലീറ്റ് ചെയ്യുന്ന, നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് തോന്നുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പം അത്തരത്തിലുള്ള തലത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പൈശാചികത താണ്ഡവമാടുന്ന മണിക്കൂറുകളല്ലേ പാതിരാവെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പാതിരാവാകുന്നിടം വരെ നമ്മൾ ഉറക്കം ഉളച്ചിരിക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് ജോലി തിരക്കുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉണർന്നിരിക്കുമ്പോഴോ ഇതെല്ലാം ഓറയിലേക്ക് മാലിന്യം പിടിക്കുകയാണ്. ആരോഗ്യത്തിൻ്റെ പ്രധാന ലക്ഷണം തന്നെ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ. അപ്പോൾ ഓറ ക്ലെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പുലർച്ചെ ഉണരുന്നവരായിരിക്കും. അവരിൽ തമസ്സുണ്ടായിരിക്കത്തില്ല, ചിന്തകൾ എപ്പോഴും ആക്റ്റീവായിരിക്കും. ഇതെല്ലാം നേരെ തകിടം മറിയുകയാണ് ഓറ മാലിന്യം പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്താഗതി തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് മാലിന്യത്തിലേക്ക് കടക്കുന്നത്. ചിന്തയിൽ നിന്നാണല്ലോ ഒരു പ്രവൃത്തി വരിക. അപ്പോൾ ചിന്തകൾ മാലിന്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും മാലിന്യമുള്ള പ്രവൃത്തിയിലേക്ക് വരുന്നു. അപ്പം അതിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ട്, ആക്ഷൻ തിരികെ അതേപോലുള്ള കിട്ടുമ്പോഴാണ് ഓറയിൽ പരമാവധി മാലിന്യം അടിഞ്ഞുകൂടി എത്രയൊക്കെ കഴിവുള്ള മനുഷ്യരാണേലും അത് പ്രഭ പരത്താത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ബൾബിലൊക്കെ കരി പിടിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ. അടുക്കളയിൽ കിടക്കുന്ന വിറകടുപ്പ് കത്തിക്കുന്ന അടുക്കളയിലൊരു ബൾബ് ഉണ്ടെങ്കിൽ അതിൽ കരി പിടിച്ചിട്ടുണ്ടാവും. വൈദ്യുതിയകത്തുണ്ട്, പ്രകാശം പുറത്തേക്ക് വരുന്നില്ല, ഇത് മറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഓറയുടെ മാലിന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഗശക്തിയെയും മറച്ചു കളയുന്ന ഒരു എഫക്റ്റാണ്. ഇത് ചിന്തകളിലും പ്രവൃത്തിയിലും ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമേ പരമാത്മാവുമായിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ചിന്തയ്ക്ക് വിടുകയാണ്. ആത്മീയകഥകളിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.